എല്ലാവർക്കും ഓട്ടോമേഷൻ നിഞ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. ഈ പ്ലേലിസ്റ്റിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പം നമ്മൾ ടെസ്റ്റിനെ സംബന്ധിച്ചോളം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ ടെസ്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് ആയിരിക്കും ഞാൻ ഈ പ്ലേലിസ്റ്റിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കൺസെപ്റ്റ്, വാട്ട് ഈസ് ടെസ്റ്റിംഗ് ഇൻ ജനറൽ. ടെസ്റ്റിംഗ് എന്നുള്ള ജനറലായിട്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. ആ ഡെഫിനേഷൻ ഞാൻ ഇപ്പോൾ വായിക്കാം. The process of evaluating and verifying that an application, device, software, product does what it is supposed to do. അതായത് ടെസ്റ്റിംഗ് എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് അല്ലെങ്കിൽ വെരിഫൈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോസസ്സ് അത് എന്ത് പർപ്പസിന് വേണ്ടിയാണോ അത് ക്രിയേറ്റ് ചെയ്ത് ആ പർപ്പസ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ആ പ്രോസസ്സിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റിംഗ് നമ്മൾ മാർക്കറ്റിൽ പോയി നമ്മൾ ഓൺലൈൻ നമ്മൾ മൊബൈൽ മേടിക്കുന്നു, അല്ലെങ്കിൽ കടയിൽ പോയി നമ്മൾ ടി വി മേടിക്കുന്നു, ഫ്രിഡ്ജ് മേടിക്കുന്നു, ഇതെല്ലാം ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും അവർ പർട്ടിക്കുലർ ആ കമ്പനി വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ ഓട്ടോമൊബൈൽസ് ഓട്ടോമൊബൈലിനെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൺസ്യൂമേഴ്സിന് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം അതായത് ആ പർട്ടിക്കുലർ ഡിവൈസിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ സംബന്ധിച്ചോളം കൺസ്യൂമറിന് യൂസ് ചെയ്യാൻ പാകത്തിന് കുറേ ടെസ്റ്റിംഗ് ചെക്സ് കഴിഞ്ഞിട്ടായിരിക്കും അത് റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോസസ്സിനെയാണ് ടെസ്റ്റിംഗ് എന്ന് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രി ബേസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പ്രോസസ്സ് വ്യത്യാസം കാണും. പക്ഷേ ടെസ്റ്റിംഗ് എന്നുള്ള ഈ ഒരു കാര്യം ചെയ്യുന്നത് മൊത്തത്തിൽ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എന്ത് ഉദ്ദേശത്തോടെയാണോ അത് ക്രിയേറ്റ് ചെയ്ത് ആ ഉദ്ദേശം ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ടെന്ന് ടെസ്റ്റിംഗ് ഉറപ്പുവരുത്തും. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് us ടു അച്ചീവ് എ പർട്ടിക്കുലർ ടാസ്ക്. അതായത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടാസ്ക് ആ സോഫ്റ്റ്വെയർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഗൂഗിൾ ക്രോം. നമ്മൾ ഗൂഗിൾ ക്രോം ബ്രൗസിങ്ങിന് യൂസ് ചെയ്യും, പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുമല്ലോ. യൂട്യൂബ് വീഡിയോസ് ആണ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നു. അതുപോലെ വാട്സപ്പ് യൂസ് ചെയ്യുന്നു. വാട്സപ്പ് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് മെസ്സേജിങ് യൂസ് ചെയ്യുന്നു, വീഡിയോ കോൾസ് യൂസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ടു ഇവാലുവേറ്റ് ദ ഫങ്ഷണാലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ with an intent to find whether the developed software met the specified requirements or not, and to identify the defects to ensure that the product is defect free in order to produce a quality product. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇതിനു വേണ്ടി ആ പ്രോസസ്സ് ചെയ്യുന്നത് ടു ഇവാലുവേറ്റ് ദ ഫങ്ഷണാലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വിത്ത് ആൻ ഇൻറ്റൻറ്റ്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അതിൻ്റെ ഫങ്ഷണാലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തേക്കുന്നത് സ്പെസിഫൈഡ് ആയ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തുകൊണ്ടാണോ അത് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നോക്കുന്നത്. അങ്ങനെ ആ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡിഫക്ട്സ് ആയിട്ട് വരും. അപ്പോൾ ആ ഡിഫക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഡിഫക്ട്സ് ആ പ്രൊഡക്റ്റ് വരാതിരിക്കാൻ നോക്കുകയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നടത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് നല്ല ക്വാളിറ്റി കാണും. അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ചെയ്യുന്ന നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്.
ഇനി എന്തുകൊണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് റിക്വയർഡ്? ടെസ്റ്റിംഗ് പ്രൊവൈഡ്സ് ആൻ അഷുറൻസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദാറ്റ് ദ പ്രൊഡക്റ്റ് വർക്ക് as intended. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഐഡിയ കിട്ടുന്നു. അപ്പം ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി അപ്രോച്ച് ചെയ്യും. അപ്പം അപ്രോച്ച് ചെയ്തിട്ട് അവരൊരു റിക്വയർമെൻറ്റ് കൊടുക്കും. ആ റിക്വയർമെൻറ്റ് ബേസ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ കമ്പനി ടെസ്റ്റിംഗ് കൂടെ ചെയ്യും. അപ്പോൾ ആ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു അഷുറൻസ് കിട്ടും. അതായത് അവർ കൊടുത്ത റിക്വയർമെൻറ്റ്സ് ബേസ് ചെയ്ത് തന്നെ ആ പ്രൊഡക്റ്റ് വർക്ക് ആകും എന്നുള്ളൊരു അഷുറൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കിട്ടും. അടുത്ത പോയിന്റ്, അവോയ്ഡബിൾ ഡിഫക്ട്സ് ലീക്ക് ടു ദ എൻഡ് യൂസർ ഓർ കസ്റ്റമർ വിത്തൗട്ട് പ്രോപ്പർ ടെസ്റ്റിംഗ് ആഡ്സ് എ ബാഡ് റെപ്യൂട്ടേഷൻ ടു ദ ഡെവലപ്മെൻറ്റ് കമ്പനി. അതായത് പ്രോപ്പർ ടെസ്റ്റിംഗ് നടത്താതെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ഡിഫക്ട്സ് വരും. ആ ഡിഫക്ട്സ് ഉറപ്പായിട്ടും അത് ഡെവലപ്പ് ചെയ്ത കമ്പനിക്ക് ഒരു ബാഡ് റെപ്യൂട്ടേഷൻ നേടിക്കൊടുക്കും. അപ്പം ടെസ്റ്റിംഗ് ചെയ്യാതെ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ്, ദ സെപ്പറേറ്റ് ടെസ്റ്റിംഗ് ഫേസ് ആഡ്സ് എ കോൺഫിഡൻസ് ഫാക്ടർ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പോലെ തന്നെ ടെസ്റ്റിംഗ് ഒരു സെപ്പറേറ്റ് ഫേസ് ആയിട്ടാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഫേസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റേക്ക് ഹോൾഡറിന് അഷുറൻസ് കിട്ടും. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഒരു ക്വാളിറ്റി കാണും എന്നുള്ളൊരു പ്രതീക്ഷ സ്റ്റേക്ക് ഹോൾഡറിന് കിട്ടും. അടുത്ത പോയിന്റ്, ഡിഫക്ട്സ് ഡിറ്റക്റ്റഡ് ഇൻ ദ ഏർലിയർ ഫേസ് ഓഫ് SDLC റിസൾട്ട് ഇൻ ലെസർ കോസ്റ്റ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഫോർ ഡിഫക്ട് റെസൊല്യൂഷൻ. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഉത്തരവാദിത്തം ടെസ്റ്റേഴ്സിന് മാത്രമല്ല ഡെവലപ്പേഴ്സിനും ഉണ്ട്. അപ്പോൾ ഡെവലപ്പേഴ്സും അവരുടെ യൂണിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി അവർക്ക് ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ടെസ്റ്റിംഗ് സെപ്പറേറ്റ് ഫേസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏർലി ഫേസിൽ തന്നെ SDLCയുടെ ഏർലി ഫേസിൽ തന്നെ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു സ്റ്റേക്ക് ഹോൾഡറിനെ സംബന്ധിച്ചോളം സ്റ്റേക്ക് ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി എമൗണ്ട് പിന്നീട് അത് ലോസ്റ്റ് ആയി പോവുകയില്ല. കൂടാതെ റിസോഴ്സ് യൂട്ടിലൈസേഷനും കുറയ്ക്കാൻ പറ്റും. അതാണ് ഫോർത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താ നോക്കാം. ദ ടെസ്റ്റിംഗ് ടീംസ് ആഡ്സ് അനദർ ഡയമെൻഷൻ ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബൈ പ്രൊവൈഡിങ് എ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് ടു ദ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ്. അതായത് ഒരു ടെസ്റ്റിംഗ് ടീം ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് അത് ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ, ടെസ്റ്റിംഗ് റിലീസ് ചെയ്യുമ്പോൾ അവർക്കൊരു ബയാസ്ഡ് ഒപ്പീനിയൻ ആയിരിക്കാം ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളത്. അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്ററിനെ സംബന്ധിച്ചോളം ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനകത്ത് മാക്സിമം ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ റോള്. അപ്പം ടെസ്റ്ററിനെ സംബന്ധിച്ചോളം ഒരു സെപ്പറേറ്റ് പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും, കൂടുതൽ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ സോഫ്റ്റ്വെയറിന് ക്വാളിറ്റി കൂടുതലായിരിക്കും. അടുത്ത പോയിന്റ്, അൺടെസ്റ്റഡ് സോഫ്റ്റ്വെയർ നോട്ട് ഓൺലി മേക്ക് സോഫ്റ്റ്വെയർ എറർ പ്രോൺ ബട്ട് ഇറ്റ് ഓൾസോ കോസ് ദ കസ്റ്റമർ ബിസിനസ് ഫെയിലിയർ ആൻഡ് വിൽ റിസൾട്ട് ഇൻ ലൂസിങ് ദ കമ്പനി റെപ്യൂട്ടേഷൻ. അതായത് ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യാതെ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ എന്തായാലും ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഇഷ്യൂസ് കാണും. അങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ കസ്റ്റമറിൻ്റെ ബിസിനസ്സിനെ ബാധിക്കുകയും അത് അൾട്ടിമേറ്റ്ലി ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ക്യാൻ കോസ് ലൈഫ്സ് ടു. അതായത് ചില സിറ്റുവേഷൻ, ചില ഇൻഡസ്ട്രിയിൽ, ഇപ്പം കാർസിൻ്റെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം വാർത്തകൾ കേൾക്കാറുണ്ട്. ഇന്ന മാനുഫാക്ചറേഴ്സ് കാർസ് റീകോൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ പല റീസൺസ് കാണും. നമ്മൾ കേൾക്കാറുണ്ട് എയർ ബാഗിൻ്റെ മൊഡ്യൂള് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല, ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ്സിൻ്റെ പ്രീ ടെൻഷനേഴ്സ് കറക്റ്റായിട്ട് വർക്ക് ആകുന്നില്ല.
അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ ലൈഫ്സിനെ തന്നെ, അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കാവുന്ന ഇഷ്യൂസ് ആയിട്ട് മാറും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഫസ്റ്റ് പോയിന്റ്, to find any defects or bugs that may have been created when the software was being developed. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അത് ചില ഡിഫക്ട്സും ബഗ്സും ഉണ്ടായിരിക്കാം. ആ ബഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ടു ഇൻക്രീസ് കോൺഫിഡൻസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ടു പ്രിവെൻറ്റ് ഡിഫക്ട്സ് ഇൻ ദ ഫൈനൽ പ്രൊഡക്റ്റ്. അതായത് മാർക്കറ്റിലേക്ക് കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫൈനൽ പ്രൊഡക്റ്റിനകത്ത് ഡിഫക്ട്സ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ടു എൻഷുർ ദ എൻഡ് പ്രൊഡക്റ്റ് മീറ്റ്സ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ആസ് വെൽ ആസ് ദ കമ്പനി സ്പെസിഫിക്കേഷൻ. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നും കമ്പനി പറഞ്ഞേക്കുന്ന സ്പെസിഫിക്കേഷൻ എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെന്നും ടെസ്റ്റിംഗ് എൻഷുർ ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് കസ്റ്റമേഴ്സ് വിത്ത് എ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഇൻ ദ കമ്പനി. ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ റിലീസ് ചെയ്ത കമ്പനിയുടെ മേൽ കസ്റ്റമേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും. അപ്പം ആ കമ്പനി വീണ്ടും പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് വീണ്ടും യൂസ് ചെയ്യാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കും. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പോൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്തേക്കുന്നത്. കൂടുതൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കൺസെപ്റ്റ്സുമായിട്ട് ഈ പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ എൻ്റെ പ്ലേലിസ്റ്റുകളിൽ API ടെസ്റ്റിങ്ങിനെ കുറിച്ച് കവർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മാൻ ടൂളും പിന്നെ കരട്ടെ ടൂളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കാണാത്തവർ അത് ചെക്ക് ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്തെങ്കിൽ മാത്രമേ ഈ വീഡിയോസ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഹിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഞാൻ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.